എല്ലാവർക്കും നമസ്കാരം. മണിയത്താറ്റുമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എന്റെ അമ്മ മഹാമായ പുണ്യതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവി 2026 വർഷത്തെ ധന്യമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ ജനുവരി മാസം 1-ാം തീയതി, ഒരു വർഷത്തിന്റെ ആദ്യ ദിവസം. ആണ്ടുപിറപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വർഷത്തെ ആദ്യത്തെ പൊൻപുലരിയാണ് നാളത്തെ ദിവസം. നാളത്തെ ദിവസം ഉറക്കമെഴുന്നേൽക്കുന്ന എല്ലാവരും ഞാനീ പറയുന്ന വസ്തു കണി കണ്ടുകൊണ്ട് ഉണരണം കേട്ടോ. ഒരു വർഷത്തെ ഫലമാ. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖ ദുരിതങ്ങളും തീർന്ന് 2026 ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധിയും ഉള്ളതായി തീരുവാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഏറ്റവും ഐശ്വര്യകരമായ കാര്യമാണ്. ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം പടിയിറങ്ങും. ഉയർച്ചയും ഐശ്വര്യവും മഹാലക്ഷ്മി സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു തുളുമ്പുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നത്തെ അധ്യായത്തിൽ കൂടി എന്താണ് കണി കാണേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. ഇത് എല്ലാവരും ചെയ്യണേ. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥിയോ അല്ലെങ്കിൽ മുതിർന്ന ഒരു അംഗമോ 4:30-ക്കും 7 മണിക്കും ഇടയിൽ ഉറക്കമെഴുന്നേറ്റ് നിലവിളക്ക് തെളിയിക്കണം എന്നുള്ളതാണ്. ആ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് വേണം കണി കാണുവാൻ എന്ന് പറയുന്നത്. അപ്പോൾ 4:30 മണിക്കും 7 മണിക്കും ഇടയിൽ വീട്ടിലെ ഒരു അംഗം എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വസ്ത്രം ധരിച്ച് എല്ലാ ഐശ്വര്യത്തോടും എല്ലാ മനോഹാരിതയോടും കൂടി വന്ന് നിലവിളക്ക് കത്തിക്കുക. നിലവിളക്ക് കത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു തിരിയിട്ട് കത്തിക്കാം, അല്ലെങ്കിൽ 5 തിരിയിട്ട് കത്തിക്കാം. ഒരു തിരി എന്ന് പറഞ്ഞാൽ 2 തിരി ചേർത്ത് നമ്മൾ കൈകൂപ്പി നിൽക്കുന്ന രീതിയിലാണ് കത്തിക്കേണ്ടത്. അങ്ങനെ കത്തിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു തിരിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു തിരിയാണോ 5 തിരിയാണോ നിങ്ങൾക്ക് സൗകര്യം, അത് ചെയ്താൽ മതി. അപ്പോൾ ഐശ്വര്യമായിട്ട് നിലവിളക്ക് തെളിയിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ നിലവിളക്കിന് മുന്നിലായിട്ട് ഒരു വട്ടപാത്രം അല്ലെങ്കിൽ ഒരു പൂജാതാലം അല്ലെങ്കിൽ വളരെ വൃത്തിയുള്ള ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് കുറച്ച് അരി, ഒരു 3 കഷ്ണം മഞ്ഞൾ, അത് ഉണക്കമഞ്ഞളാണ് ഏറ്റവും നല്ലത്. ഉണക്കമഞ്ഞൾ ഇല്ലാത്ത പക്ഷം പച്ചമഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ ഒരു ചെറിയ പാത്രത്തിൽ വെക്കാം. അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സമൃദ്ധമായിട്ട് എടുക്കണം. ഒരിക്കലും കുറച്ച് അരി ഇടരുത്. നിറയെ, ആ പാത്രം നിറയെ സമൃദ്ധമായിട്ട് അരി ഇടുക. അപ്പോൾ വട്ടപാത്രത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന രീതിയിൽ അരി, അതിന്റെ മുകളിൽ 3 കഷ്ണം ഉണക്കമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, അതിന്റെ മുകളിൽ 10-20 രൂപയുടെ കോയിൻ, അത് നേരത്തെ തന്നെ കരുതി വെക്കുക. 1 രൂപയുടെ 2 രൂപയുടെ 5 രൂപയുടെ നാണയങ്ങളുണ്ടല്ലോ, ആ നാണയങ്ങൾ ഒരു പിടി അതിന്റെ മുകളിൽ വെക്കുക. അതിന്റെ മുകളിലായി നല്ല കുറച്ച് പൂക്കൾ, തുളസിയോ പനിനീർ പൂക്കളോ മഞ്ഞപ്പൂക്കളോ അല്ലെങ്കിൽ കുറച്ച് മുല്ലപ്പൂവോ ആ അരിയുടെ മുകളിൽ വിതറി കൊടുക്കുക. ഈ വസ്തുക്കളെല്ലാം കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലായി സമർപ്പിക്കുക. ഈ വസ്തുക്കളിലൊക്കെ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ ഒരുക്കി വെക്കുക. നാളെ രാവിലെ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കുവാൻ കഴിയുന്ന രീതിയിൽ. അങ്ങനെ അരിയും മഞ്ഞളും പൂക്കളും നാണയങ്ങളും എല്ലാം വെച്ച ആ താലം നിലവിളക്കിന് മുന്നിൽ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം 5 പേരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. വേറെ ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ അമ്മ പ്രാർത്ഥിച്ചാൽ ഭഗവാനും ഭഗവതിയും ആ വീട്ടിലേക്ക് നിറസാന്നിധ്യമായി നിറഞ്ഞു തുളുമ്പി സകലവിധ ഐശ്വര്യങ്ങളും നൽകും. ഈ പ്രപഞ്ചം മുഴുവൻ ആ പ്രാർത്ഥന കേൾക്കും. ഏറ്റവും സത്യമുള്ള കാര്യമാണ്. 5 പേര് പ്രാർത്ഥിക്കണം. ആദ്യത്തേത് പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ മഹാഗണപതിയെ, വിഘ്നേശ്വരനെ, ഗണനാഥനെയാണ്. ഓം ഗം ഗണപതയേ നമ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ഗണനായകനെ, മഹാഗണപതിയെ പ്രാർത്ഥിക്കുക. ആദ്യമായിട്ട് നമ്മൾക്ക് എത്ര പ്രിയപ്പെട്ട ദേവന്മാരുണ്ട് എങ്കിലും ഗണനായകനെ ഓർത്തതിന് ശേഷം, മഹാഗണപതിയെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ആരെയാണെന്നറിയാമോ? നിങ്ങളുടെ കുടുംബദേവതയെയാണ്. കുടുംബദേവത ആരാണോ അവരെയാണ് രണ്ടാമതായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി കുടുംബദേവതയെ അറിയില്ല, അങ്ങനെ ഉണ്ട് എങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അമ്മ വഴിക്ക് ഒരു കുടുംബദേവനോ ദേവിയോ ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂലജന്മ കുടുംബക്ഷേത്രം, അമ്മ വഴിയുള്ള മൂലജന്മ കുടുംബക്ഷേത്രത്തിലെ ദേവനെയോ ദേവിയെയോ പ്രാർത്ഥിക്കുക. ഭഗവാന്റെയോ ഭഗവതിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ
ആ ദേവനെയോ ദേവിയോ പ്രാർത്ഥിക്കുക. അമ്മേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, എനിക്കും എന്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ. ഇന്ന് ആണ്ടുപിറപ്പാണ്. ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക്, എന്നിലേക്ക് നൽകണമേ. അമ്മയെന്നും കൂടെ ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കണം. ഇതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കുടുംബക്ഷേത്രം അല്ലെങ്കിൽ മൂലജന്മ കുടുംബക്ഷേത്രം ഒന്നും അറിയില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭദ്രകാളിയെ നിങ്ങൾ ഓർക്കുക, പ്രാർത്ഥിക്കുക. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയാണ്. കാരണം ഈ 2026 വർഷം മുഴുവൻ നമ്മൾക്ക് ദാരിദ്ര്യ ദുഃഖങ്ങളില്ലാതെ, അലച്ചിലില്ലാതെ, ഐശ്വര്യപൂർണവും സകല രീതിയിലുള്ള ഉയർച്ചയും ധനസമൃദ്ധിയും ഉള്ളതായി തീരുവാൻ അമ്മ പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം. ഓം ശ്രീം മഹാലക്ഷ്മിയേ നമ, അല്ലെങ്കിൽ ഓം ശ്രീം ശ്രീയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മഹാലക്ഷ്മി അമ്മയെ പ്രാർത്ഥിക്കണം. ഏറ്റവും സത്യമുള്ള കാര്യമാണ് കേട്ടോ. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന്റെ ഒരു കണിക നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വന്നു പെട്ടാൽ മതി നമ്മളുടെ ജീവിതം രക്ഷപ്പെടുവാൻ, നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ, നമ്മുടെ വീട് രക്ഷപ്പെടുവാൻ. മനസ്സിൽ തട്ടി അമ്മയെ അങ്ങോട്ട് വിളിക്കുക. അടുത്തത് എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണൻ, പ്രപഞ്ചപാലകനായ സാക്ഷാൽ മഹാവിഷ്ണു, സർവശക്തൻ പൊന്നുതമ്പുരാൻ മഹാവിഷ്ണുവിനെ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ചൊല്ലിക്കൊണ്ട് നാരായണനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഏറ്റവും അവസാനം ദേവന്മാരിൽ ദേവനായ സർവശക്തൻ മഹാദേവനെ പ്രാർത്ഥിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അങ്ങനെ ഈ 5 പേരെ ഗണപതി ഭഗവാൻ, കുടുംബദേവത, മഹാലക്ഷ്മി ദേവി, മഹാവിഷ്ണു, സാക്ഷാൽ മഹാദേവൻ, ഇങ്ങനെ 5 ദേവീ ദേവന്മാരെയും പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് കുടുംബക്ഷേത്രം അറിയാൻ പാടില്ല, കുടുംബദേവതയെ അറിയില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകമാതാവായ ഭദ്രകാളിയെ നിങ്ങൾ പ്രാർത്ഥിക്കുക. വിളിച്ചാൽ ഓടി വരുന്ന അമ്മയാണ്. ഭദ്രകാളി ദേവിയെ പ്രപഞ്ച മാതാവായി സ്വീകരിച്ചുകൊണ്ട് ആ ഭദ്രകാളിയെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഭദ്രകാളി അമ്മയെ നിങ്ങളുടെ കുടുംബ ദേവതയായി സങ്കല്പിച്ചുകൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നാളെ ആണ്ടുപിറപ്പിന് അടുക്കളയിൽ കയറുവാൻ പോകുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം രാവിലെ അടുക്കളയിൽ കയറി ആദ്യം ചെയ്യേണ്ട കാര്യം പാല് തിളപ്പിക്കുക എന്നുള്ള കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു വീടിന്റെ പാല് കാച്ചലിന് പാല് തിളപ്പിച്ച് അത് തൂകുന്നത് കാണുന്നത്, അതുപോലെ വേണം നാളെ രാവിലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പാല് തിളപ്പിക്കുവാൻ. അപ്പോൾ നാളത്തെ ദിവസം രാവിലെ അടുക്കളയിൽ കയറുവാൻ പോകുന്ന സ്ത്രീകൾ ഇന്നത്തെ ദിവസം അടുക്കള ശുദ്ധമാക്കി, ശുദ്ധീകരിച്ച്, എല്ലാം വൃത്തിയാക്കി, വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു കളഞ്ഞ്, ഇനി വേസ്റ്റ് ഒക്കെ വെച്ചിരിക്കുന്ന പാത്രം ഉണ്ട് എങ്കിൽ അതിനൊരു മൂടിയൊക്കെ വെച്ച് അടച്ചു വെച്ച് ഇത്തരത്തിലുള്ള മൂദേവി ഒന്നും കാണാത്ത രീതിയിൽ അടുക്കള വെടുപ്പും വൃത്തിയുമായി ഒരുക്കി വെക്കണം. വേസ്റ്റ് പാത്രങ്ങൾ, കത്തി, കടാര, കഴുകാത്ത പാത്രങ്ങൾ, മൂർച്ചയുള്ള അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചിരവ പോലുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ നമ്മളുടെ കൺമുന്നിൽ നിന്ന് രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ കാണാത്ത രീതിയിൽ വെക്കുക. ചിരവയൊന്നും ഒരു കാരണവശാലും വെക്കരുത് കേട്ടോ. പൊട്ടിയ പാത്രങ്ങൾ, പൊട്ടിയ കുപ്പികൾ, ഇതെല്ലാം കാഴ്ചയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ കിടന്നുറങ്ങുവാൻ പോവുക. കളയാൻ പറ്റുന്നതെല്ലാം കളഞ്ഞ് ഏറ്റവും ഐശ്വര്യമാക്കി കയറുമ്പോൾ തന്നെ എല്ലാ രീതിയിലും മനസ്സിനൊരു കുളിർമ തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കണം. ഏറ്റവും ഐശ്വര്യമായി അടുക്കളയിൽ കയറാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഒരുക്കി വെക്കുക. അങ്ങനെ വെച്ചിട്ട് കുറച്ച് പാല് തിളപ്പിക്കുക. ആ പാല് തിളച്ചു തൂവുന്നത് ആ വീട്ടിലെ ഗ്രഹനാഥ കാണുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ വർഷം ഉയർച്ച ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ രാവിലെ നിലവിളക്ക് കണി കാണിച്ചിട്ട് ഈ പാല് തിളച്ചു തൂവുന്നത് കൂടി കണി കാണിച്ചാൽ ഏറ്റവും ഐശ്വര്യമായിരിക്കും. അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉയർച്ചയും ഉണ്ടാകും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രാവിലെ കണി കാണാനായിട്ട് കുറച്ച് ചില്ലറ വെക്കാൻ പറഞ്ഞു ഇല്ലേ, അരിത്താലത്തിന് മുകളിൽ വെക്കാൻ പറഞ്ഞില്ലേ, ആ ചില്ലറ എടുത്ത് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ കോയിൻ എടുത്ത് ആ രൂപ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് ഏറ്റവും ഐശ്വര്യകരമായ കാര്യമാണ്. സാധാരണ കൈനീട്ടം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ മലയാള മാസം 1-ാം തീയതി കണക്കിനാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതൊരു വർഷത്തിന്റെ തുടക്കമാണ്. ഒരു വർഷത്തിന്റെ തുടക്കത്തിന് ഏറ്റവും നല്ലതാണ് ലക്ഷ്മിയെ കൈമാറ്റം ചെയ്യുന്നത്. അതായത് ലക്ഷ്മി ദേവി തന്നെയാണ് നാണയം അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത്. ലക്ഷ്മിയെ കയ്യിൽ നൽകിക്കൊണ്ട്, ലക്ഷ്മിയെ സ്വീകരിച്ചുകൊണ്ട് ഒരു വർഷം തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവും ആണ്. അതുകൊണ്ട് കൈനീട്ടം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അരിപാത്രത്തിൽ വെച്ചിരിക്കുന്ന ആ കോയിനുകളിൽ നിന്ന് നാണയം എടുത്തുകൊണ്ട് ചെയ്യാവുന്നതാണ്.
ഇനി ഈ കണി വെച്ചിരുന്ന സാധനങ്ങൾ അരിയായാലും മഞ്ഞളായാലും രൂപയായാലും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാം. കൈനീട്ടമായി സ്വീകരിച്ച അരിത്താളത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന ആ നാണയങ്ങൾ ഒരു വർഷക്കാലം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനുള്ളിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ബാക്കി നാണയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാവുന്നതാണ്. രാവിലെ അമ്പലത്തിൽ പോകുന്നവർ വിളക്ക് തെളിയിച്ച് കണി കണ്ടതിന് ശേഷം വേണം അമ്പലത്തിൽ പോകുവാനായിട്ട്. രാവിലെ എഴുന്നേറ്റ് വീട് അന്ധകാരത്തിൽ ഇട്ടിട്ട് തൊഴാൻ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ വിളക്ക് തെളിയിച്ച് നിലവിളക്ക് തെളിയിച്ച് കണി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. ഭഗവാനെയും ഭഗവതിയും പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നതാണ് അതിന്റെ ശരിയായ രീതി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അമ്മ മഹാമായ സർവശക്ത പുണ്യതമ്പുരാട്ടി മഹാലക്ഷ്മി നല്ലൊരു വർഷം നൽകട്ടെ എന്ന് നെഞ്ചിൽ തട്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.